കണ്ണൂർ പയ്യന്നൂരിൽ എറ്റുകുടുക്കയിൽ BLO ആത്മഹത്യ ചെയ്തു. BLO ആയ അനീഷാണ് മരിച്ചത്. ജോലി സമ്മർദ്ദമെന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയാനാകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ജോലി സമ്മർദ്ദത്തിന്റെ ഫലമായി ആത്മഹത്യ ചെയ്തു എന്നാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ആത്മഹത്യാ കുറിപ്പുണ്ടോ? സ്മൃതി, ഇന്ന് രാവിലെയാണ് ഈ BLO ആയ അനീഷിനെ വീടിനകത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. വീട്ടിലുള്ളവർ പുറത്തുപോയ സമയത്ത് ഇദ്ദേഹം വീട്ടിനകത്ത് വെച്ച് തന്നെ ജീവനൊടുക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മൃതി, വീട്ടുകാർ പറയുന്നത് SIR-മായി ബന്ധപ്പെട്ട്, ഇദ്ദേഹം BLO ആണ്, SIR-മായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വലിയ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി ഇപ്പോൾ വീട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇതിൽ അല്പം കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. BLO ആയിരിക്കെ തന്നെ പല വീടുകളിലേക്ക് പോകേണ്ടതും ഒപ്പം ഈ SIR ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ജോലി സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിരുന്നുവെന്നും അത് വീട്ടുകാരുമായി അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്നുള്ളതുമായ കാര്യമാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ വ്യക്തത ഇതിൽ വരേണ്ടതുണ്ട് സ്മൃതി. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇവിടേക്ക് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്ക സ്വദേശിയാണ് അനീഷ് ജോർജ്. പയ്യന്നൂർ മണ്ഡലത്തിലെ 18-ാം ബൂത്ത് BLO കൂടിയാണ് അനീഷ് ജോർജ്. അദ്ദേഹമാണ് ഇന്ന് രാവിലെയോടുകൂടി ജീവനൊടുക്കുന്ന ഏറെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഈ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാനായി കഴിയുന്നത് ഇദ്ദേഹത്തിന് SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ഇദ്ദേഹം ജീവനൊടുക്കിയത് എന്നുള്ള വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്.